Hi students. Yes. So next topic that we're going to do a video on is glycogen metabolism. That is glycogenolysis and glycogenesis. Okay, idinepatti we have already discussed when we were studying about cell signaling and hormonal regulation, etc. So we have to study this as glycogen metabolism. So let's start. Okay. So overview of glycogen metabolism. അതാണ് സ്ലൈഡിൽ കൊടുത്തേക്കുന്നത്. നമുക്കറിയാം ആനിമൽസ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്, പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ആയിട്ട്. ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മസിലിലും ലിവറിലുമാണ്. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോജൻ ഇൻ ദി മസിൽ ഇസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഫോർ മസ്കുലർ ആക്ടിവിറ്റി. സോ ലിവറിലാണ് ഇത് പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്യുന്നത്. അതിൽ നിന്നുമാണ് മറ്റ് ബോഡി പാർട്സിലേക്കൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഗ്ലൈക്കോജൻ എങ്ങനെ ഉത്പാദിപ്പിച്ചു, അത് ലിവറിൽ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തു, മസിൽ സെല്ലിന് എങ്ങനെ കിട്ടി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേറ്ററി പ്രോസസ്സ് ഒക്കെയാണ് ഓവർവ്യൂ ഓഫ് ഗ്ലൈക്കോജൻ മെറ്റബോളിസത്തിൽ വരുന്നത്. ഓക്കെ, ഈ കൺട്രോൾ പ്രോസസ്സിന്റെ പ്രാധാന്യം ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ആ പ്രോസസ്സുകളുടെ ഉത്തരവാദിത്തമാണ്, അതായത് മസിലിലെ ടിഷ്യൂ, ഓർഗനും ബ്രെയിനൊക്കെ പോലെ ഇറ്റ് ഷുഡ് റിസീവ് അൺബ്രോക്കൺ ആൻഡ് ആഡിക്വേറ്റ് സപ്ലൈ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഓവർവ്യൂ ഓഫ് ഗ്ലൈക്കോജൻ മെറ്റബോളിസം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആണ് ഈ സ്ലൈഡിൽ ഉള്ളത്. സോ ഗ്ലൈക്കോജൻ ഡീഗ്രഡേഷൻ ആൻഡ് സിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദി സൈറ്റോപ്ലാസം, മെയിൻലി ഇൻ ദി മസിൽ ആൻഡ് ലിവർ ടിഷ്യൂസ്. ആൻഡ് ഇത് അറിയുന്നതിന് മുമ്പ് we should know about glycogen. Okay, this is the process, we'll come to that later. So we learned that glycogen is a branched polysaccharide which is made up of Sarah and സാറതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാക്കുവോ? ഞാൻ ക്ലാസ് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം സാറിനെ. ഓക്കെ, ശരി ശരി. Yeah, അപ്പോ ഇതിനകത്ത് glycogen is a branched polysaccharide which is made up of, you can see, alpha 1,4 linkages and alpha 1,6 linkages, and the branches occur between 10 residues, etc. So this is the structure which is similar to the amylopectin version of starch. Okay, അപ്പൊ ഇതാണ് glycogen. We learned about this in detail. Okay, so ഇത് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആവുന്നു, അതുപോലെ ഗ്ലൂക്കോസിൽ നിന്നും യു ഹാവ് ടു ആഡ് മോർ ആൻഡ് മോർ ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ടു ഫോം ഗ്ലൈക്കോജൻ. ആ ബേസിക് ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ ഗ്ലൈക്കോജനിൽ നിന്നും ഒരു ഷുഗർ ഗ്രൂപ്പിനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്യുമ്പോഴാണ്, ഇതിപ്പോ റെഡ്യൂസിങ് എൻഡ് ആണ്, റെഡ്യൂസിങ് എൻഡ് ഹിയർ. സോ ഇതിനെ റിമൂവ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. നേരെ മറിച്ച് ഇങ്ങനെ ഒരു ഗ്ലൈക്കോജന്റെ ചെയിനെ സിന്തസൈസ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ആഡ് വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് ദ ബേസിക് ആസ്പെക്ട് ഓഫ് ദിസ്. വി സോ അബൌട്ട് ദിസ് ഇൻ ഡീറ്റെയിൽ ഇൻ ദി പ്രീവിയസ് സെമിസ്റ്റർ. വി സോ ദി സ്ട്രക്ചേഴ്സ് ഓഫ് ഗ്ലൂക്കോസ്, glycogen, etc. in the previous semester. So you can see blood glucose is converted to glucose 6-phosphate. The red part of it
The red part of it is the glycogenesis. Okay, glycogenesis എന്ന് പറഞ്ഞാൽ glucose gets converted to glucose 6 phosphate. Glucose 6 phosphate gets converted to glucose 1 phosphate. That is converted to glycogen. Okay, by the energy requiring anabolic process ആണ് ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൈക്കോജൻ സിന്തസൈസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ what you see here is the conversion of glycogen, which is breakdown. So here you can see the phosphorylase, and ഇതിനകത്ത് വരുന്നതാണ് synthase. We studied this last semester. Okay, so here glycogen is broken down to glucose and forms glucose. That is called glycogenolysis, which is stimulated by glucagon and epinephrine. And glycogenesis is the process by which glucose is converted to glycogen. So we studied about the reciprocal regulation of insulin and glucagon. അന്ന് ഞാൻ പഠിപ്പിച്ചിരുന്നില്ലേ ഇൻസുലിൻ എന്താണ്? ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കും, അപ്പൊ ഗ്ലൂക്കോസിനെ മുഴുവൻ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. അതാത് സമയത്ത് എനർജിക്ക് വേണ്ടി എപ്പിനെഫ്രിനും ഗ്ലൂക്കഗോണും ബ്ലഡ് സ്ട്രീമിൽ ഗ്ലൂക്കോസിന്റെ നിശ്ചിത അളവ് ഉണ്ടാകും. അതാണ് ഗ്ലൈക്കോജെനോലൈസിസ്. അപ്പൊ when somebody asks you about glycogen metabolism, you have to study about this glycogenolysis and glycogenesis. Okay, so liver glycogen is used as a short term energy use. ഞാൻ പറഞ്ഞു in between meals, നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നു, ആ സമയത്തൊക്കെ നമുക്ക് പല ആക്ടിവിറ്റിക്കും എനർജി വേണം. That is given by the liver by glycogenolysis. And muscle glycogen is an available source of glucose during exercise and support, that is exercise in the samayatake. Okay, so basic ഏറ്റവും important ആയിട്ടുള്ള റിയാക്ഷൻ ഇതാണ്. ഒന്ന് glycogen degradation ആണ്. Suppose you had n units of glycogen, by glycogen metabolismത്തിനകത്തെ key enzyme പേര് glycogen phosphorylase. ഇത് നമ്മളന്ന് ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ പഠിക്കുന്ന വഴി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ. പിന്നെ അടുത്ത് ഗ്ലൈക്കോജൻ സിന്തസിസ്, അത് ഗ്ലൈക്കോജൻ സിന്തേസ്. അന്ന് നമ്മൾ പഠിച്ചുള്ളൂ ഇൻസുലിൻ ആണ് ഗ്ലൈക്കോജൻ സിന്തസിസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഗ്ലൈക്കോജൻ ഡീഗ്രഡേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പിനെഫ്രിനും ഗ്ലൂക്കഗോണാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ സ്റ്റെപ്പ് ഇതാണ്. ഈ ഗ്ലൈക്കോജൻ സിന്തസിസിൽ നോക്കിക്കോ, നിലവിൽ തന്നെ ഒരു പ്രൈമർ പോലത്തെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിനിലേക്ക് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്നും ഒരു അഡീഷണൽ ഗ്ലൂക്കോസിനെ ആഡ് ചെയ്ത് ആ ബ്രാഞ്ചിങ് ഒന്നുകൂടെയും വർദ്ധിപ്പിക്കുകയാണ് ഗ്ലൈക്കോജൻ സിന്തസിസിൽ സംഭവിക്കുന്നത്. സോ ദ കീ എൻസൈംസ് ഇൻ ഗ്ലൈക്കോജൻ മെറ്റബോളിസം ആർ glycogen phosphorylase, and which is in this glycogen phosphorylase is in glycogenolysis, and glycogen synthase is in glycogen synthesis. Okay, ഒരു സ്ഥലത്ത് ബ്രാഞ്ചിങ് വരും, ഒരു സ്ഥലത്ത് ഡീബ്രാഞ്ചിങ് വരും. Okay, branching comes in glycogenesis, okay, adding sugar group, whereas removing debranching will come in breakdown, glycogenolysis. Okay, so this is what happens. Glycogen degradation is initiated by glycogen phosphorylase. Okay, so you can see what the phosphorylase does. ഒരു molecule of glucose നെ attack ചെയ്യുന്നു at the non reducing end. Reducing endലല്ല, non reducing endലെ ഒരു ഷുഗർ ഗ്രൂപ്പിനെ ആ ഗ്ലൈക്കോസിറ്റിക് ബോണ്ട് ബ്രേക്ക് ചെയ്യും ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ്. ഇപ്പൊ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ആൽഫ 1,4 ഗ്ലൈക്കോസിറ്റിക് ബോണ്ട് at the non-reducing end of the glycogen bond. See, I am having the assumption that you know what is a non-reducing end and a reducing end of a glycogen. We studied that in the last semester. Okay, so that is how you get this. This is catalyzed by glycogen phosphorylase, and you get glucose 1 phosphate. Okay, then glucose 1 phosphate is converted to glucose 6 phosphate. That is catalyzed by the enzyme phosphoglucomutase. Okay, ഇതിനകത്തെ ഒരു intermediate compound ഉണ്ട്, the enzyme that mutase catalyzes. ഇപ്പൊ നേരത്തെ ഉണ്ടായ glucose 1 phosphate is converted to glucose 6 phosphate. Okay, ആ glucose 6 phosphate നിന്നും പിന്നെ glucose ഉണ്ടാവാം. We just now saw about the
gluconeogenesis. There is an enzyme called glucose 6 phosphatase which catalyzes the formation. Okay, ഇത് കൂടാതെ the glycogen debranching enzyme എന്ന് പറയുന്ന ഒരു എൻസൈം കൂടി ഇതിനകത്തുണ്ട്. അതായത് നമുക്കറിയാം glycogen phosphorylase can break only the alpha 1,4 linkage. ഇപ്പൊ തൊട്ട് മുമ്പ് കണ്ടുല്ലോ, നോൺ റെഡ്യൂസിംഗ് എൻഡിലെ ആൽഫ 1,4 linkage ആണ് ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷെ it stops when it approaches an alpha 1,6 linkage. We know that glycogen has got a branch point in every 8 to 10 residues. So there is the requirement of the movement of a glucose molecule from the alpha 1,6 linkage. Okay, so the chain should be broken when a number of growing end of the glycogen molecule comes. Okay, so it is during this time that there is an enzyme called the debranching enzyme, okay, which recognizes partially degraded ചെയ്തിട്ടുള്ള ബ്രാഞ്ച് സ്ട്രക്ചറുകളെ റെക്കഗ്നൈസ് ചെയ്തിട്ട് the branching enzyme transfers 3 glucose units to the non-reducing end. മൂന്നെണ്ണം വീതമായിട്ട് ഗ്ലൂക്കോസ് യൂണിറ്റുകളെ ഇത് ചെയ്യും. So this debranching enzyme അങ്ങനെ ഒറ്റയ്ക്ക് ഈ ബ്രാഞ്ച് പോയിന്റ്സിനകത്തുള്ള തൊട്ട് മുമ്പുള്ള ഒരു ഗ്രീൻ കളർ കണ്ടില്ലേ, ആ ഡീബ്രാഞ്ചിങ് ആയിട്ടുള്ള ഒരൊറ്റ ഫ്രീ ഗ്ലൂക്കോസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് ആൽഫ 1,6 ബ്രാഞ്ച് പോയിന്റ്സിനെ ഗ്ലൈക്കോജനിൽ ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ. ദിസ് ഇസ് ദി ആസ്പെക്ട്. ഇതിന്റെ തൊട്ട് മുമ്പൊക്കെ കണ്ട ആൽഫ 1,4 ലിങ്കേജ് മാത്രം. ഡീബ്രാഞ്ചിങ് എൻസൈം is used to this diagram itself is explanatory. Okay, ഈ പടം കണ്ടില്ലേ, ഈ ബ്രാഞ്ച് പോയിന്റിലുള്ള ഈ ഒരൊറ്റ ഗ്ലൂക്കോസിനെ മാത്രം ഡീബ്രാഞ്ചിങ് എൻസൈം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഓരോ എൻഡിലുള്ള നോൺ റെഡ്യൂസിംഗ് എൻഡിലെ ആൽഫ 1,4 ലിങ്കേജ് ബ്രേക്ക് ചെയ്ത് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് വർക്ക് ചെയ്യും. Okay, and this is something that we studied in the previous semester. How is the activity regulated in glycogen phosphorylase? So do you know what is covalent modification? Covalent modification എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞില്ലേ, അതായത് എപ്പിനെഫ്രിൻ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും, ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യും, CAMP ആക്ടിവേറ്റ് ചെയ്യും, കാസ്കേഡ് ഓഫ് റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ഫോസ്ഫോറിലേസ് കൈനേസ്, അങ്ങനെ ആഡ് ചെയ്ത് ATP loses its phosphate. So when this phosphate, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഈ ഇതൊരു എൻസൈം ആണല്ലോ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്, ഇതിന്റെ ആക്റ്റീവ് സൈറ്റ് അല്ല, ആക്റ്റീവ് സൈറ്റിലാണ് സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യുന്നത്, അതല്ലാത്ത ഒരു റെഗുലേറ്ററി സൈറ്റിൽ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ എൻസൈമിന്റെ കൺഫർമേഷനിൽ വ്യത്യാസം വരികയും ആ വ്യത്യാസം വരുന്നതിനോടനുബന്ധിച്ച് എന്ത് സംഭവിക്കും, വ്യത്യാസം വരികയും ആ സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് എൻസൈം ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. So the phosphorylated form is the active form. Okay, so that is triggered by epinephrine or glucagon. I am talking about glycogen phosphorylase in glycogenolysis. Is that okay? So this is how glycogen phosphorylase is the regulatory enzyme in this reaction. Okay, where did we see glycogen phosphorylase? See, this is the debranching alla, adallade it catalyzes the removal of glucose molecule from the non-reducing end of the glycogen. So this is in the control of epinephrine or glucagon. Okay, so ഇതിന്റെ നേരെ ഓപ്പോസിറ്റും നമ്മളത് കണ്ടിരുന്നു, ഇൻസുലിൻ ഇതിന്റെ റെസിപ്രോക്കൽ ആക്ടിവിറ്റി ആണ്. അത് ആരെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഇൻസുലിൻ എപ്പോഴും ഫോസ്ഫറ്റേസിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഈ പ്രോട്ടീനിൽ നിന്നും ഈ എൻസൈമിൽ നിന്നും മാറ്റുന്നു. So that makes it inactive. Okay, so insulin activates the phosphatase, epinephrine activates the kinase. So ഇവിടെ inactivation of glycogen phosphorylase ആണ് phosphatase ചെയ്യുന്നത്. അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തിരിക്കുന്ന glycogen phosphorylase ആക്റ്റീവ് ആണ്. ഇൻസുലിൻ ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യും and it is converted to another form which is glycogen phosphorylase B, which is the inactive form. Okay,
ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ സിന്തേസ് ഉണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റോളാണ് ഗ്ലൈക്കോജൻ സിന്തേസ്. വാട്ട് ഡസ് ഗ്ലൈക്കോജൻ സിന്തേസ് ഡു? ഇറ്റ് കാറ്റലൈസസ് ദ കൺവേർഷൻ ഓഫ് addition of glucose to the non-reducing ends by the enzyme called glycogen synthase. അപ്പോൾ ഇതിനകത്ത് ഒരു ബ്രാഞ്ച് ആഡ് ചെയ്യുന്നതാണ് ഉദ്ദേശം. സോ നമുക്ക് അതിന് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ എനർജി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് UTP ആണ് ഉപയോഗിക്കുന്നത്. Okay, so UTP is utilized and this involves the conversion of glucose to glycogen. First glucose is converted to glucose 6-phosphate. Glucose 6-phosphate is then converted to UDP glucose phosphorylase. So glucose phosphate is added with UTP. അതെന്താ UTP? കാരണം ഇത് ഒരു ഹൈ എനർജി മോളിക്യൂളിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ഹൈ എനർജി സ്പെൻഡ് ചെയ്തിട്ട് ഒരു മോളിക്യൂളിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, സോ യു യൂസ് UTP. ഓക്കെ, UTPയിൽ നിന്നും UDP ഗ്ലൂക്കോസ് ആയിട്ട് ഇതിനകത്തേക്ക് ചേരുന്നു. ഓക്കെ, then you use the action of pyrophosphatase which removes the UDP. Okay, pyrophosphatase which removes the UDP, and that is how this particular control works. The reaction in the glycogen, n number of residues. Okay, UTP and UDP glucose. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ UDPയോട് ചേർന്ന് നിൽക്കുന്ന ഗ്ലൂക്കോസിനെ മാത്രം ഈ ബ്രാഞ്ചിനകത്തേക്ക് ചേർക്കുക. സോ ഗ്ലൈക്കോജൻ സിന്തേസ് ട്രാൻസ്ഫേഴ്സ് ദ ഗ്ലൂക്കോസ് യൂണിറ്റ് ഓഫ് UDP ഗ്ലൂക്കോസ്. ഈ UDP ഗ്ലൂക്കോസിനകത്തെ ഗ്ലൂക്കോസിനെ മാത്രം ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇറ്റ് അഗൈൻ ബിക്കംസ് UTP. ഓക്കെ, സോ UTP is added to glucose 1-phosphate. Previous step, UTP is added to glucose 1-phosphate, that is called UDP glucose. Okay, ഇതിനകത്തൊരു ഫോസ്ഫേറ്റ് പോയി, ഈ UTPയിലെ ഒരു ഫോസ്ഫേറ്റ് പോയി പൈറോഫോസ്ഫേറ്റ് ആയിട്ട്. ബാക്കി 2 ഫോസ്ഫേറ്റും ഈ ഗ്ലൂക്കോസും 1 ഫോസ്ഫേറ്റും ചേർന്നു. ബാക്കി 2 ഗ്ലൂക്കോസ് അല്ല, 2 ഗ്ലൂക്കോസ് പോയി പൈറോഫോസ്ഫേറ്റ് ആയിട്ട് ഒരു ഫോസ്ഫേറ്റും ഈ ഗ്ലൂക്കോസിന്റെ കൂടെയുള്ള ഒരു ഫോസ്ഫേറ്റും കൂടി ചേർന്നിട്ട് ഇറ്റ് ബിക്കംസ് UDP glucose. And then this UDP glucose അതിൽ നിന്നും ഗ്ലൂക്കോസിലെ ഈ പ്രൈമർ അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ വിത്ത് n number of residuesലേക്ക് ആഡ് ചെയ്തിട്ട് UTP it becomes. It's regenerated. Okay, so we are talking about a biosynthesis process. Energy spend ചെയ്യണം, അപ്പൊ UTP ആണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. Okay, so UTP is regenerated using the enzyme nucleoside diphosphate kinase. ഈ UDPയിലേക്ക് ഒരു ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്തിട്ട് UTP ആണ്. So here മറ്റേ ഗ്ലൈക്കോജൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഗ്ലൈക്കോജൻ ഡീബ്രാഞ്ചിങ് ആണ് അവിടെ കണ്ടെങ്കിൽ ഇവിടെ ബ്രാഞ്ചിങ് ആണ്. ഓക്കെ, സോ ദ ന്യൂ ബ്രാഞ്ച് പോയിന്റ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് അവേ ഫ്രം ദി നിയറസ്റ്റ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ അപ്പുറത്ത് നിന്ന് ഒരു 11 ഗ്ലൂക്കോസ് റെസിഡ്യൂ ആയി കഴിയുമ്പോൾ ഗ്ലൈക്കോജൻ ബ്രാഞ്ചിങ് എൻസൈം transfers 7 glucose units from the end of the chain to the branch point. Okay, so here we have another aspect of this in glycogen synthesis, branching enzyme. Okay, so ഇതിനകത്തുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നിൽ നിന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഗ്ലൈക്കോജൻ അവിടെ ഫോസ്ഫോറിലേസ് ഒരെണ്ണത്തിനെ വെച്ച് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് ബ്രാഞ്ചിങ് എൻസൈം ആണ്. എത്ര റെസിഡ്യൂ? 7 റെസിഡ്യൂ വെച്ചിട്ട് ബ്രാഞ്ച് പോയിന്റിൽ ആഡ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ദ നോൺ റെഡ്യൂസിംഗ് എൻഡിൽ നിന്നും ബ്രാഞ്ചിങ് പോയിന്റിലേക്ക് വഴി. Just read this. The glycogen branching enzyme transfers 7 glucose units from the end of the chain to an internal position using an alpha 1,6 branch point. അപ്പൊ ആ ബ്രാഞ്ചിങ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ട ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് അവേ ആയിരിക്കും. ഇനി this one you can know by yourself. Regulation of glycogen synthase. Regulation glycogen synthase-ന്റെ കാര്യം എങ്ങനെയാ? 2 ഫോം ഉണ്ട്, ആക്റ്റീവ് ഫോമും ഇനാക്റ്റീവ് ഫോമും. Look at this. എപ്പിനെഫ്രിൻ, ഗ്ലൂക്കോഗോൺ, ആ വക ആൾക്കാർ മുഴുവൻ ATP ADP ആക്കിയിട്ട് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യും. ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന ഗ്ലൈക്കോജൻ സിന്തേസ് ഇനാക്റ്റീവ് ആണ്. നേരെ മറിച്ച് ഈ പ്രോട്ടീൻ ഫോസ്ഫേറ്റേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. അപ്പോൾ റിമൂവിംഗ് ഓഫ് ദിസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് will give you an active glycogen synthase.
Okay, so this is mediated by insulin. Insulin നേരത്തെ കണ്ട പോലെ തന്നെ ആക്റ്റീവ് മറ്റേ റെഗുലേറ്ററി സൈറ്റിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യും. അപ്പൊ റെഗുലേറ്ററി സൈറ്റിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുമ്പോൾ നേരത്തെ കണ്ടതിനകത്ത് ഫോസ്ഫോറിലേസ് ഇനാക്റ്റീവ് ആവും, പക്ഷെ ഗ്ലൈക്കോജൻ സിന്തേസ് വിൽ ബിക്കം ആക്റ്റീവ്. ഓക്കെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുമ്പോഴാണ് it becomes inactive, and that is catalyzed by epinephrine or glucagon. So these have opposing effects on glycogen metabolism, and this is what we saw in the last semester: insulin signaling and epinephrine signaling. If we look at semester kandu, you can just take a look of this. Okay, the pathways that operate, that is receptor tyrosine kinase pathway and insulin de glucagon de G protein coupled receptor. ആ പടം ഇവിടെ കാണാം. ഇത് ഫോസ്ഫോറിലേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് ഗ്ലൈക്കോജൻ ഡീഗ്രഡേഷൻ. ഇൻസുലിൻ ഡീഫോസ്ഫോറിലേഷൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ സിന്തേസ് ഡീഫോസ്ഫോറിലേറ്റഡ് ഫോമിലാണ് ആക്റ്റീവ് ആവുന്നത്. ദാറ്റ് പ്രൊമോട്ട്സ് ഗ്ലൈക്കോജൻ സിന്തേസ്. ഈ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസസ് ഉണ്ട്, അതായത് കംസ് അണ്ടർ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം. ഓക്കെ, സോ ആ ഡിസീസസ് ആണ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ്, അല്ലെങ്കിൽ വോൺ ഗിർക്കി ഡിസീസ് is a famous one. It is because of the deficiency of the buildup of glycogen in liver. നേരെ മറിച്ച് മക്കാർഡ്സ് ഡിസീസ് is glycogen phosphorylase deficiency. Von Gierke is important. Okay, so thank you.